നമ്മൾ ഇന്നലെ നടന്ന അയ്യപ്പ സംഗമ നാടകം കേരളം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്നവരാണ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പുറപ്പെടുന്ന അയ്യപ്പ സംഘത്തിന് പ്രാദേശികമായിട്ടുള്ള യാത്രയയപ്പുകളും സപ്പോർട്ടുകളും എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് മലബാറും മലപ്പുറമൊക്കെ പരിശോധിക്കുമ്പം മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ വലിയ ആശീർവാദത്തോടും പിന്തുണയോടുകൂടി തന്നെയാണ് അയ്യപ്പന്മാർ ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടാറുള്ളത്. ഇത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വർഗീയത ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും നടത്തിയ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ശബരിമല വിഷയത്തിൽ CPM-ൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും നിലപാട് 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി, ആ വിധി തന്നെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വലിയ കോടികൾ വക്കീൽമാർക്ക് ചെലവഴിച്ചാണ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വാങ്ങി വരുന്നത്. ആ വിധി വാങ്ങി വന്നുകൊണ്ട് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ സകലമാന അയ്യപ്പ വിശ്വാസികളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് വലിയ മനപ്രയാസമുണ്ടാക്കിക്കൊണ്ട് രണ്ടാമത്തെ വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബഹുസ്വര സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും അവിടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സാമൂഹിക കാര്യങ്ങളുമൊക്കെ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന, ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് വർഗീയവാദത്തിൻ്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത്. അവിടെ തുടങ്ങുകയാണിത്. അവിടെ കൊണ്ടത് അവസാനിച്ചില്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമില്ല. അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം, കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നുമാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായതോടുകൂടി സ്റ്റാലിൻ സ്കിപ്പ് ചെയ്തു, ഏതൊരു മന്ത്രിയെ അയച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആന്ധ്ര മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത്? അവർ BJPയുടെ എതിർചേരിയിലുള്ള മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ BJPക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന, കേരളത്തിൽ നിന്ന് ഏകദേശം 3000-ഓളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു? എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം? ഉദ്ദേശം വളരെ കറക്റ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിലെ രാഷ്ട്രീയമായിട്ട് CPM-നെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ്. കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെൻറ്റിനെതിരാണ്. ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങൾ, അതിപ്പം മൂടി വെക്കാൻ ഒരു സാഹചര്യം കൂടി ഈ വഴി അവർ ഒരുക്കുകയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത്.